ശ്രാവൺ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ തറയിലേക്ക് എറിഞ്ഞു പൊട്ടിച്ചു. ആ ആ അലർച്ച ആ വീട് മുഴുവൻ മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ അമല അങ്ങോട്ട് ഓടി വന്നതും ഒരുമിച്ചായിരുന്നു. ഏട്ടാ. പുറത്തൊരു പെൺകുട്ടി കാണാൻ വന്നിട്ടുണ്ട്. ആരാ? ആരാണെന്നറിയില്ല, ഏട്ടനെ കാണണമെന്ന് പറഞ്ഞു. തൻ്റെ മാനേജറെ ദേഷ്യപ്പെട്ട് നോക്കിക്കൊണ്ട് ശ്രാവൺ വീടിന് പുറത്തേക്ക് നടന്നു. ആരാ? വീടിന് മുന്നിൽ നിൽക്കുന്ന 20 വയസ്സോളം പ്രായം തോന്നിക്കുന്ന പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് ശ്രാവൺ ചോദിച്ചു. സാർ, ഞാൻ മിയ. ശ്രാവൺ അവളെ സംശയത്തോടെ നോക്കി. കാശി സാറിൻ്റെ? ഓ, മിയ അല്ലേ? നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? സാർ, ഒരുപാട് പ്രശ്നമായിട്ടുണ്ട്. ആ കോൺട്രാക്റ്റ് ഫയൽ ഞാനാണ് സാറിന് തന്നതെന്ന് കാശി സാർ അറിഞ്ഞു. എനിക്ക് വീട്ടിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിന് സാർ എന്തെങ്കിലും ചെയ്തു തന്നേ പറ്റൂ. ഇത്രയും കാലം ഞാൻ ഒളിച്ചു താമസിക്കുകയായിരുന്നു. എന്താണ് താൻ പറയുന്നത്? എനിക്ക് കൂടുതലൊന്നും കുട്ടിയെ സഹായിക്കാൻ പറ്റില്ല. ചെയ്ത ജോലിക്ക് പൈസ തന്നല്ലോ, ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് തരാനാണ്? സാർ, പ്ലീസ് എന്നെ സഹായിച്ചേ പറ്റൂ. ഹലോ, നിന്റെ കാര്യം നോക്കേണ്ടത് നീയാണ്, അല്ലാതെ ഞാനല്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കൂ, അല്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് തൂക്കിയെടുത്തെറിയും. ഡാ ദുഷ്ട, നീ ഇങ്ങനെയുള്ളവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഡോ, അവളെ പുറത്താക്കിയേക്ക്. തൻ്റെ പിയോട് പറഞ്ഞ ശേഷം ശ്രാവൺ പുറത്തേക്ക് നടന്നു. ഗേറ്റിന് പുറത്തേക്ക് അവളെ പിടിച്ചു തള്ളിയ ശേഷം അവർ ഗേറ്റ് അടച്ചു കളഞ്ഞു. എങ്ങോട്ട് പോകണമെന്നറിയാതെ ആ പെൺകുട്ടി പകച്ചു നിന്നു. എങ്ങനെയൊക്കെയോ രാത്രി വരെ അവൾ ഒളിച്ചു. പക്ഷേ രാത്രി എങ്ങോട്ട് പോകണമെന്നറിയാതെ അവൾ ബസ് സ്റ്റോപ്പിലിരുന്നു. താൻ ചെയ്തു പോയ തെറ്റോർത്ത് അവളുടെ മനം വിങ്ങി. പെട്ടെന്നാണ് തൻ്റെ മുൻപിൽ ഒരു ടൊയോട്ട കാർ വന്നു നിന്നത്. താൻ പിടിക്കപ്പെട്ടിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. നിമിഷ നേരങ്ങൾ കൊണ്ട് കാറിൽ നിന്നിറങ്ങിയ 5ഓളം പേർ അവളെ പിടിച്ച് അകത്തേക്ക് കയറ്റി. 2 ദിവസങ്ങൾക്ക് ശേഷം അവള് ഓരോരുത്തരെയും പിടിച്ച് ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടുവന്നിരിക്കുന്നു. ഇതെന്താ, സത്രാണോ? മനയിൽ നിന്ന് തമ്പുരാട്ടിയുടെ ശബ്ദം ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു. ഇത് കേട്ടുകൊണ്ടാണ് ദേവൻ അവിടേക്ക് കയറി വന്നത്. എന്താ അച്ചമ്മ, എന്താ പ്രശ്നം? എന്ത് പ്രശ്നമുണ്ടാവാൻ? കണ്ടവൾമാരെ പിടിച്ച് ഇങ്ങോട്ട് കയറ്റാൻ അവളുടെ പേരിലുള്ള വീടൊന്നുമല്ലല്ലോ ഇത്. ഇതൊക്കെ പറയുന്നത് ആരാ? അത് തമ്പുരാട്ടി പറയുന്നതിന് മുൻപ് തന്നെ രാധു ഒരു ബാഗും പിടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി വന്നിരുന്നു. രാധു, നീ എവിടെ പോവാ? ഇത്രയൊക്കെ കേട്ടുകൊണ്ട് ഞാനെന്തിനാ ദേവേട്ടാ ഇവിടെ നിൽക്കുന്നത്? എന്താ നീ എന്താ പറയുന്നത്? ഇത്രയും കേട്ടിട്ട് ഒന്നും മനസ്സിലായില്ലേ? ഇല്ല, അതാ ചോദിച്ചത്. എന്താ ഇവിടെ പ്രശ്നം? പ്രശ്നത്തെക്കുറിച്ച് ഞാൻ പറയാം. എന്തായാലും ആ മൂദേവി ഇവിടെ നിന്ന് പോയി. പിന്നെന്തിനാ അവൾ കൊണ്ടാക്കിയേക്കുന്ന ഇവളിവിടെ നിൽക്കുന്നത്? നിങ്ങൾ എന്തൊരു ദുഷ്ടയാണ്. ആടാ, ഞാൻ ദുഷ്ട തന്നെയാണ്. അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ അവൾ എവിടെ പോകാനാണ്? എങ്ങോട്ടെങ്കിലും പോക്കോട്ടെ, എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. പിന്നെ അത്ര ദണ്ണമാണെങ്കിൽ നീ കൊണ്ടുപോക്കോ. ദേഷ്യത്തോടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് തമ്പ്രാട്ടി അകത്തേക്ക് പോയി. കുഴപ്പമില്ല ദേവേട്ടാ, ഞാൻ പൊക്കോളാം. നീ എങ്ങോട്ട് പോകാനാ? മുൻപോട്ട് നടക്കാൻ തുടങ്ങിയ രാധുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ദേവൻ ചോദിച്ചു. എങ്ങോട്ടെങ്കിലും. എന്തായാലും ദേവകിയമ്മയെ ഞാൻ ശല്യപ്പെടുത്തില്ല. ഒരുപാട് വട്ടം എന്നെ അങ്ങോട്ട് വരാൻ വേണ്ടി വിളിച്ചതാ. ശരിയാണ്, ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് നന്ദേട്ടൻ്റെ കയ്യും പിടിച്ച് വീട്ടിൽ ചെന്ന് കയറാൻ. ഇനി പറ്റില്ല. ആരോരുമില്ലാത്തവർക്ക് ദൈവം കാണും. അവനെ നോക്കി ഒരു നേർത്ത പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ ബാഗും എടുത്ത് പുറത്തേക്ക് നടന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ദേവനും അവിടെ നിന്നു. രാധു തൻ്റെ കയ്യിലെ ബാഗും പിടിച്ചുകൊണ്ട് മുൻപോട്ട് നടന്നു. എങ്ങോട്ട് പോകണമെന്നറിയില്ല, പക്ഷേ പോവുക തന്നെ. ഈ ലോകത്ത് തനിക്ക് ആരുമില്ലല്ലോ എന്നോർത്ത് അവളുടെ കണ്ണ് നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് മണ്ണ് പറത്തിക്കൊണ്ടൊരു ബുള്ളറ്റ് അവളുടെ അടുത്തേക്ക് വന്നത്. കയറ് ദേവേട്ടാ, കയറാനാ പറഞ്ഞത്. മുഖം വലിഞ്ഞു മുറുക്കിക്കൊണ്ട് ദേഷ്യത്തോടെ അവൻ പറഞ്ഞു. മറുത്തൊന്നും പറയാൻ സാധിക്കാതെ അവൾ ബൈക്കിലേക്ക് കയറി. യാത്രയിലുടനീളം അവർ പരസ്പരം ഒന്നും സംസാരിച്ചിരുന്നില്ല. ദേവൻ്റെ ബൈക്ക് വീടിന് മുന്നിലായി ചെന്ന് നിർത്തിയതും അവൻ തലചിരിച്ച് അവളെ നോക്കി. ഇറങ്ങ്. ബൈക്കിൻ്റെ ശബ്ദം കേട്ടതും ദേവൻ്റെ അമ്മ ഉമ്മറത്തേക്ക് വന്നു നിന്നു. കൂടെ തന്നെ കാശിയും. അവനെ അവിടെ കണ്ടതിൻ്റെ ആശ്ചര്യമായിരുന്നു അവൾക്കപ്പോൾ. എന്താ ഞെട്ടുന്നേ? ഞാനാണ് ഇവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, നിന്റെ കാര്യങ്ങൾ അറിയാൻ. അപ്പോഴാണ് ഇവൻ വിളിച്ചു പറഞ്ഞത് അച്ഛൻ അവിടെ നടത്തുന്ന കോലാഹലങ്ങളെക്കുറിച്ച്. പിന്നെ പറഞ്ഞു നിന്നെ ഇങ്ങോട്ട് കൂട്ടാൻ. പാർവതിയുണ്ട്. ഇന്ന് രാവിലെ ഡിസ്ചാർജായി ഇങ്ങോട്ട് വന്നു. നോക്കാൻ വേറെ ആരുമില്ലല്ലോ. അമ്മയാ പറഞ്ഞത് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ.
കാശിച്ചേട്ടാ, എനിക്ക് പോണം. എങ്ങോട്ട്? നിന്നെ എങ്ങോട്ടും ഞാൻ വിടുന്നില്ല. ദേവന്റെ അമ്മ രാധുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ലമ്മേ, ഞാൻ വന്നു കയറുന്ന ഇടത്തൊക്കെ കഷ്ടകാലമാ. ഇനി നിങ്ങളുടെ നാശം കൂടെ കാണാൻ എനിക്ക് വയ്യ. ദേ, നീ ഒരുപാട് ജ്യോതിഷിയൊന്നും ആവണ്ട കേട്ടല്ലോ, ദേവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നെ എല്ലാവരും ഒന്ന് മനസ്സിലാക്ക്. ഞാനിവിടെ എങ്ങനെയാ? മോളെ, നീ ഇവിടെ നിൽക്ക്. ഇത് എൻ്റെ വീടാണ്. നിന്നെ ആരും ഇവിടെ നിന്ന് ഇറക്കി വിടില്ല. അമ്മേ, അമ്മേ, അമ്മയുടെ കാര്യം നോക്ക്. പോണ്ടവർക്ക് പോകാം. ദേവൻ ദേഷ്യത്തോടെ വീടിനകത്തേക്ക് കയറിപ്പോയി. എടാ, നിനക്ക് എന്താ? രാധു, നീ ഇതൊന്നും കണ്ടു പേടിക്കണ്ട. അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ദേവൻ പോയ വഴി നോക്കി കാശി പറഞ്ഞു. മോള് സ്വന്തം അമ്മയെപ്പോലെ എന്നെ കാണ്. മോള് വാ. രാധുവിൻ്റെ കൈ പിടിച്ച് ദേവൻ്റെ അമ്മ അവളെ വീടിനകത്തേക്ക് കയറ്റി. അവർ മുകളിലത്തെ നിലയിലെ ഒരു മുറിയിലേക്കാണ് അവളെ കൊണ്ടുപോയത്. മോളെ, ഈ മുറി മോളെടുത്തു. മുകളിലത്തെ നിലയിൽ വേറെ ആരുമില്ല, ദേവനേയുള്ളൂ. ദേ, ആ കാണുന്നതാ അവൻ്റെ റൂം. പാർവതിക്ക് ഡെലിവറി കഴിഞ്ഞത് കൊണ്ട് സ്റ്റെപ്പ് കയറാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് താഴത്തെ മുറി അവർക്ക് കൊടുത്തു. ഞാനും അവിടെയാണ്. മോളെന്തായാലും കുളിച്ചൊന്ന് ഫ്രഷ് ആക്ക്. അമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. രാധുവിൻ്റെ തലയിൽ സ്നേഹത്തോടെ തലോടിയ ശേഷം അവർ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അവൾ പിന്നിൽ നിന്ന് വിളിച്ചു. അമ്മേ. എന്താ? ഞാൻ അമ്മയൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? ആ ചോദ്യം കേട്ട് അവർ തെല്ലൊന്ന് അത്ഭുതപ്പെട്ടിരുന്നു. വാ. രാധു അമ്മയെ ചേർത്ത് പിടിച്ചിരുന്നു. അവളുടെ കണ്ണുനീർ അവരുടെ നേരിയതിൽ പറ്റി നനഞ്ഞു. മോളെ. രാധുവിനെ അടർത്തി മാറ്റിക്കൊണ്ട് അവളെ കട്ടിലിൽ ഇരുത്തിയ ശേഷം അവരും കൂടി ഇരുന്നു. അമ്മ പറയുന്നത് എൻ്റെ മോള് കേൾക്കണം. നന്ദൻ പോയത് പോയി, വിധി. അതല്ലാതെ മോളുടെ സങ്കടം എനിക്കറിയാം. ഈ സങ്കടത്തിൽ നിന്നും മോള് പുറത്തു വരണം. പിന്നെ മോൾക്ക് പറ്റിയതിനെക്കുറിച്ച് ഓർത്ത് മോള് സങ്കടപ്പെടണ്ട. ഒരു പട്ടി നമ്മളെ കടിച്ചു എന്നോർത്ത് ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറ്റല്ലേ? ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന അഴുക്കുള്ളൂ മോളുടെ ദേഹത്ത്. കേട്ടല്ലോ? അതുകൊണ്ട് അമ്മ പറയുന്നത് ഇനി മോള് കേൾക്കണം. ഇനി താഴേക്ക് മോള് വരുമ്പോൾ പഴയ രാധു ആയിരിക്കണം. അവർ താഴേക്ക് പോയതും രാധു കതകടച്ച് ജനൽ വഴിയെ പുറത്തേക്ക് നോക്കി. കുളിച്ച് ഫ്രഷായ ശേഷം ഒരു ധാവണി ഉടുത്തെടുത്ത് അവൾ പുറത്തേക്ക് വന്നു. പടികൾ ഇറങ്ങിയപ്പോൾ ആരുമായോ അവൾ കൂട്ടിയിടിച്ചു. പക്ഷേ താഴെ വീഴുന്നതിന് മുൻപ് തന്നെ 2 കരങ്ങൾ അവളെ താങ്ങിയിരുന്നു. അവളുടെ നീണ്ട കറുത്ത തലമുടി അവൻ്റെ മുഖത്ത് തലോടിപ്പോയി. രോമാവൃതമായ അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഓം എന്ന് കുത്തിയ മാലയോട് ചേർന്ന് അറിയാതെ അവളുടെ ചുണ്ടുകൾ ചേർന്നിരുന്നു. പിടഞ്ഞു പോയിരുന്നു അവനപ്പോൾ. അവളുടെ ചുണ്ടിൽ നിന്ന് പതിക്കുന്ന ചുടുശ്വാസം അവൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് രാധു ദേവനിൽ നിന്ന് അകന്നു മാറിയത്. മുഖമുയർത്തി അവനെ നോക്കാൻ അവൾക്ക് എന്തെന്നില്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. മുൻപോട്ട് പോവാതെ തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. പതിയെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ. മുഖം കണ്ടാലേ അറിയാം ആള് നല്ല ദേഷ്യത്തിലാണെന്ന്. രാധു. തൻ്റെ പേര് കടുപ്പത്തോടെ പറയുന്നത് കേട്ട് അവൾ പതിയെ മൂളി. നിനക്കെന്താ, കണ്ണ് കാണില്ലേ? ഇങ്ങനെയാണോ പെണ്ണുങ്ങൾ കിടന്ന് ഓടുന്നത്? കുറച്ച് അടക്കമൊതുക്കമായിട്ട് നടക്കണ്ടേ? അതെന്താ, ആണുങ്ങൾക്ക് വേണ്ടേ ഈ അടക്കവും ഒതുക്കവും? ഓ, നീ എന്നെ പഠിപ്പിക്കാൻ വരുവാണോ? കണ്ണ് കാണാതെ വന്ന് എൻ്റെ നെഞ്ചത്തോട്ട് കയറിയതും പോരാ, ന്യായീകരിക്കാൻ നോക്കുന്നു. അല്ല, എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാ? അറിയാതെ വന്നിടിച്ചതല്ലേ. അതിന് ഞാൻ സോറി പറയാൻ തയ്യാറാണ്. സോറി. എനിക്കൊന്നും വേണ്ട നിന്റെ സോറി. അവളെ മറികടന്നവൻ പടിക്കെട്ടുകൾ കയറി മുകളിലെ മുറിയിലേക്ക് നടന്നു. ഇതെന്തപ്പാ, അറിയാതെ വന്നിടിച്ചതാണെന്ന് പറഞ്ഞില്ലേ? ഇതിപ്പോ പെണ്ണുങ്ങളെക്കാളും വലിയ നാണമാണല്ലോ. തനിയെ പറഞ്ഞുകൊണ്ട് രാധു താഴേക്ക് നടന്നു. ഈ സമയം രാധു പറഞ്ഞത് കേട്ട് മുൻപോട്ട് നടന്ന ദേവന്റെ ചുണ്ടിലും ഒരു നനഞ്ഞ ചിരി വിടർന്നിരുന്നു. ഗോവണിപ്പടി ഇറങ്ങി താഴെ വരുമ്പോഴേക്കും കാണുന്നത് വലിയൊരു അകത്തളമാണ്. സ്ക്വയർ ഷേപ്പിലായി പണിത്, നടുക്കായി കാണുന്ന തുളസിത്തറ. ഇതൊക്കെ രാധുവിന് പുതിയ അനുഭവങ്ങളായിരുന്നു. പെട്ടെന്നാണ് അകത്തളത്തിലിരുന്ന് കളിക്കുന്ന കണ്ണനെ അവൾ കണ്ടത്. കണ്ണാ. ആ. കളിച്ചുകൊണ്ടിരുന്ന ബാറ്റ് തറയിലിട്ടുകൊണ്ട് കണ്ണൻ രാധുവിനെ നോക്കി പുഞ്ചിരിച്ചു. എല്ലാവരും എന്തിയേ കണ്ണാ? എനിക്കറിയില്ല. അല്ല, കണ്ണൻ തന്നെയാ കളിക്കുന്നേ? ആരുമില്ല കണ്ണൻ്റെ കൂടെ കളിക്കാൻ. അല്ലിച്ചേച്ചിയും മാണിക്യച്ചേട്ടനും അഴകണ്ണനും കൂടെ ഉള്ളപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും കളിക്കാൻ വരുമായിരുന്നു. കണ്ണൻ എന്തിനാ സങ്കടപ്പെടുന്നത്? അവരെ കാണാത്തോണ്ടാണോ? അവർ വേഗം വരുമല്ലോ. നാട്ടിലെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടല്ലേ അവർ പോയത്. നാളെ ഇങ്ങ് വരില്ലേ? അല്ല, മോൻ്റെ അച്ഛൻ മോൻ്റെ കൂടെ കളിക്കാൻ വന്നില്ലേ?
ഇല്ല. എവിടെ പോയി കാശി ചേട്ടൻ? ഇത്രയും നേരം എൻ്റെ കൂടെ കളിക്കുകയായിരുന്നു. പെട്ടെന്ന് അകത്തേക്ക് പോയി, പിന്നെ കണ്ടില്ല. ആണോ? ഒരു കാര്യം ചെയ്യാം. ചേച്ചി വന്നിട്ട് ഇതുവരെ അമ്മയെ കണ്ടില്ലല്ലോ. അകത്ത് പോയി അമ്മയെയും വാവയെയും കണ്ടിട്ട് ചേച്ചി മോൻ്റെ കൂടെ കളിക്കാം കേട്ടോ. സത്യം? സത്യം. അവൻ്റെ നെറുകയിലൊന്ന് തലോടിയ ശേഷം അവൾ മുറിയിലേക്ക് നടന്നു. വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. അവൾ പതിയെ വാതിൽ അകത്തേക്ക് തള്ളി. കസേരയിലിരുന്ന് കുഞ്ഞിന് പാല് കൊടുക്കുകയായിരുന്നു പാർവതി. അവളെ തന്നെ നോക്കിക്കൊണ്ട് കിടക്കുകയായിരുന്നു കാശി. പെട്ടെന്നാണ് രാധു വാതിൽ തുറന്നത് കണ്ടത്. കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു കാശി. അയ്യോ സോറി. പെട്ടെന്ന് ചമ്മിയ മുഖത്തോടെ രാധു വാതിലടയ്ക്കാൻ തുടങ്ങി. അയ്യോ ഒന്നുമില്ല. ചേ. ചമ്മിയ മുഖത്തോടെ കാശി അവളുടെ അടുത്തേക്ക് നടന്നു. ഞാൻ വെറുതെ. നീ ഇരിക്കെ, ഞാൻ പുറത്തോട്ട് പോവാ. പാർവതിയെ നോക്കിക്കൊണ്ട് ഒരു വഷളൻ പുഞ്ചിരി പാസാക്കിയ ശേഷം കാശി മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. വാടി ഇരിക്കെ. ഇട്ടിരുന്ന മെറ്റേണിറ്റി വെയർ നേരെയിട്ടുകൊണ്ട് പാർവതി രാധുവിനോട് പറഞ്ഞു. എന്താടി ഒരു വഷളൻ ചിരി? ഏയ് സത്യമായിട്ടും ഒന്നുമില്ല ഇവിടെ. അതെന്തെങ്കിലും ആവട്ടെ, ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഡി അത് എൻ്റെ പാർവതി, എന്തിനാ ഇത്ര നാണക്കേട്? നിന്റെ ഭർത്താവല്ലേ നോക്കിക്കൊണ്ടിരുന്നത്, അല്ലാതെ വേറെ ആരുടെയും ഭർത്താവല്ലല്ലോ. നീ കുഞ്ഞിനെ എങ്ങോട്ട് ദാടി. കുഞ്ഞിനെ കയ്യിലേക്ക് നൽകിക്കൊണ്ട് പാർവതി പറഞ്ഞു. ഈ സമയം പുറത്തേക്കിറങ്ങിയ കാശി നേരെ ചെന്ന് നിന്നത് ദേവൻ്റെ മുന്നിലേക്കായിരുന്നു. എന്താടാ, എന്താ പറ്റി? കാശിയുടെ ആ നിൽപ്പ് കണ്ട് ദേവൻ ചോദിച്ചു. ഒന്നുമില്ലടാ, നാണക്കേടായി. ആരെയാണാവോ ഇന്ന് കണി കണ്ടത്? ആടാ, ഞാനും ആരെയാണാവോ കണി കണ്ടത്. അല്ല, നിനക്കെന്ത് പറ്റി? ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ? നീ വാ. നിന്റെ സീമന്തപുത്രൻ അവിടെ ഇരുന്ന് കളിച്ച് കളിച്ച് എൻ്റെ പുതിയൊരു ഫ്ലവർ വേസ് എറിഞ്ഞു പൊട്ടിച്ചു. ആണോ? നന്നായി പോയി. അതെന്താടാ അങ്ങനൊരു ടോക്ക്? എടാ, കൊച്ചുങ്ങളായ അങ്ങനെ പലതും പൊട്ടിക്കും. നിനക്കൊരു കൊച്ചാവുമ്പോൾ മനസ്സിലായിക്കോളും. എനിക്ക് കൊച്ചോ? എന്താ നീ പറയുന്നത്? പിന്നല്ലാതെ. ഇങ്ങനെ പോയാൽ മതിയോ? പിന്നെ എനിക്ക് ഇങ്ങനെ പോയാൽ മതി. നീ അമ്മയുടെ കാര്യം ചിന്തിച്ചു നോക്ക്. പ്രായമായി വരുവാ. നീ പുറത്തു പോകുമ്പോൾ ആരെങ്കിലും വേണ്ടേ ഇവിടെ? വേണ്ട. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് വേണ്ടി ഞാനൊരു പെണ്ണിനെ നോക്കുന്നുണ്ട്. നോക്കിക്കോ നോക്കിക്കോ, എന്നിട്ട് നീ അങ്ങ് കെട്ടിക്കോ. കാശിയുടെ കൈ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ദേവൻ അകത്തേക്ക് നടന്നു.